ഇതൊക്കെ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് വിചാരിച്ച് മോദി വിളിക്കുന്ന പരിപാടിയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര പേരെ ഒറ്റയടിക്ക് പാർലമെന്റിൽ നിന്ന് മോദി സസ്പെൻഡ് ചെയ്തിട്ട് എത്ര ബില്ലുകൾ ഒറ്റയ്ക്കിരുന്ന് പാസ്സാക്കി നിങ്ങൾക്കറിയാമോ? പാർലമെന്റിന്റെ ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിക്കാനും സ്നേഹം പങ്കിടാനും മോദി വിളിച്ചു എന്നാണോ? ഹീസ് ക്രിയേറ്റിംഗ് എ സീൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. നിങ്ങൾ പറയാണ് നമ്മളെല്ലാവരും ഒന്നല്ലേ, മോദി നമ്മളൊക്കെ സഹോദരന്മാരല്ലേ, നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടതെന്ന്. നിങ്ങളുടെ ഈ വിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ മോദിയോട് ഫൈറ്റ് ചെയ്യുന്നത്. ബെസ്റ്റ് അല്ല, ഞാൻ ഇന്ന് പറയാം, നിങ്ങൾ ഒരു പത്രക്കാരനല്ല, യു ആർ ജസ്റ്റ് സംബഡി ഹു ഹാസ് നോട്ട് ഈവൻ സ്റ്റഡീഡ് മീഡിയ. അതാണ് എനിക്ക് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു പത്രക്കാരനല്ല. അനിൽകുമാർ നാളെ പിണറായി വിജയൻ വിളിച്ചാലും എന്തുകൊണ്ട് വീണ വിജയന്റെ കാര്യം ചോദിക്കാത്ത? വീണ വിജയൻ ചർച്ച ചെയ്യാൻ വേറെ ദിവസം ഉണ്ടായിരുന്നല്ലോ. വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ കാണിക്കുന്ന ആവേശം നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ കാണിക്കണം. വീണ വിജയന്റെയും പിണറായി വിജയന്റെയും കാര്യം പറയുമ്പോൾ കാണിക്കുന്ന ആവേശം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ കാണിക്കണം. നരേന്ദ്രമോദി ചടങ്ങിന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും സഹോദരന്മാർ, ഇന്ത്യക്കാർ. അപ്പുറത്ത് വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ നരേന്ദ്രമോദിയും BJP തമ്മിൽ, അല്ല CPM തമ്മിൽ എന്തോ ഏർപ്പാടാണ്, അതിന്റെ ഭാഗം അന്വേഷിക്കുന്നില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ മാം? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ? കുറച്ചൊക്കെ ദേശീയ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമുള്ള കാര്യങ്ങൾ പറയൂ നിങ്ങൾ, കേട്ടോ. അല്ല, അനിൽകുമാർ പിണറായി വിജയൻ വിളിച്ചാലും ഞങ്ങൾ പോകും, അതൊരു മര്യാദയുടെ ഭാഗമാണ്. അതിന്റെ അർത്ഥം നേരെ CPM-ലേക്ക് പോകുന്നു എന്നല്ല. അതൊരു ലോജിക്കലായിട്ടുള്ള വിശദീകരണമല്ലേ? ഇന്ന് കേരളത്തിലെ ചാനലുകളെല്ലാം, ഏതാണ്ട് എല്ലാ ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മലയാള മനോരമ ചാനലുണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലുണ്ട്. ഞാൻ ഇപ്പോൾ 2 നോക്കി. ആ 2 ചാനലുകൾ ഈ വിഷയം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. CPM ഇവർക്കെല്ലാം പണം കൊടുത്തെന്നാണോ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്? ഞങ്ങളങ്ങനെ പണം കൊടുക്കുന്ന ശീലമില്ല, മീഡിയ അങ്ങനെ വാങ്ങുന്നൊരു ചാനലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, പ്രധാനപ്പെട്ട പാർലമെന്ററിമാരെ വിളിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വിളിക്കേണ്ട ഒന്നാമത്തെ ആളാരാ? അവാർഡ് കിട്ടിയ പാർലമെന്ററിയെ വിളിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വിളിക്കാവുന്ന ഒന്നാമത്തെ ആളാരാണ്? അത് കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വേറെ ആരെ കുറിച്ചാണ്? അപ്പോൾ കോൺഗ്രസിൽ കൊള്ളാവുന്നവരാരുമില്ലേ? ശശി തരൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആളുകളെല്ലാം കൊള്ളാത്തവരാണ്. ആകെ ഒരേ ഒരു യോഗ്യനേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ പരമയോഗ്യനെ അദ്ദേഹം വിളിച്ചു. നരേന്ദ്രമോദി എന്നേക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ പരമയോഗ്യരാണ്, രാഹുൽ ഗാന്ധിയേക്കാൾ പരമയോഗ്യനാണ് എന്നാണ് അദ്ദേഹം അവിടെ പോയി പ്രശംസിച്ചിട്ട് പോകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രേമചന്ദ്രന് പൊളിറ്റിക്സ് ഉണ്ടോ? കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പൊളിറ്റിക്സ് ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞാൽ ED വന്ന് ഞങ്ങളുടെ നേരെ കയറിയില്ല എന്നുള്ളതാണ്. DK ശിവകുമാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 85 കോടി രൂപ കിട്ടി. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്താൽ ഒരു ചുക്കും കിട്ടുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഇടതുപക്ഷക്കാരെ റെയ്ഡ് ചെയ്താൽ ഞങ്ങളുടെ ഇന്നും വീട്ടിൽ നിന്നൊരു വെള്ളി രൂപ കിട്ടത്തില്ലെന്ന്. പിന്നെ വീണ വിജയൻ്റെ പേരിൽ EDക്ക് കേസെടുക്കാനും പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങൾ ഈ SFI എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമൊന്നും ആ നിയമപ്രകാരം അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നേ. ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 2009 ലാവലിയും പറഞ്ഞ് പിണറായി വേട്ടയാടിയ പോലെ ഇപ്പോൾ കുറേ പേർക്ക് പിണറായിയും മകളെയും ഒക്കെ വേട്ടയാടാൻ ഉപയോഗിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ നേരെ നിൽക്കാൻ പറ്റുന്നൊരു സാധനം എൻ്റെ അകത്തില്ലെന്ന്. അത്ര ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മോദിയോട് പറയുന്നത്, മോദിക്ക് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യ്, അമിത്ഷയ്ക്ക് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യ്. പിന്നെ നരേന്ദ്രമോദിയോടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടല്ല, ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഹൃദയമായ ഡൽഹിയിൽ പോയിട്ട് ഈ മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും MP-മാരും MLA-മാരും കൂടി സത്യാഗ്രഹം ഇരുന്നിട്ട് ഇന്ത്യ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ അവിടെ വന്നു. ഇന്ത്യ രാജ്യത്തെ BJP വേട്ടയാടുന്ന 2 മുഖ്യമന്ത്രിമാർ, ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാർ അവിടെ വന്നു. ED വേട്ടയാടുന്ന മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ വന്നു. എന്തിനാ വന്നത്? പിണറായി വിജയന്റെ വ്യാജ യുദ്ധമാണ് വരുമോ? യഥാർത്ഥത്തിൽ വരാതിരുന്ന കോൺഗ്രസ് ആണ്.